എല്ലാവർക്കും നമസ്കാരം. വെർച്യു വൈബ്സ് ദി ലിറ്റ് ലാൻറ്റേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 12 ബുധനാഴ്ചയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് കുംഭസംക്രമണം നടക്കുന്ന ദിവസമാണ്. അതായത് നമ്മുടെ ഹിന്ദു കലണ്ടർ പ്രകാരം സൂര്യരാശി വെച്ചിട്ട് നമുക്കിപ്പോൾ മകരം രാശിയാണ് നിൽക്കുന്നത്. മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് സൂര്യൻ്റെ മാറ്റം, സംക്രമണം അതാണ് നടക്കുന്നത് നാളെ. അപ്പോൾ നാളെയാണ് സംക്രമണം നടക്കുന്നത്. അപ്പോൾ കുംഭം രാശിയിലേക്ക് മുഴുവനായിട്ട് മാറുന്ന സൂര്യോദയം വരുന്ന ദിവസമാണ് നമ്മൾ കുംഭം 1 ആയിട്ട് എടുക്കാറ്. അതുകൊണ്ട് തന്നെ മറ്റന്നാളാണ് നമുക്ക് കുംഭമാസം 1-ാം തീയതി എന്ന് പറയുന്നത്. പിന്നെ നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ പൗർണമിയാണ്. കൂടാതെ വിഷ്ണുപതി പുണ്യകാലം കൂടിയാണ്. പൗർണമിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പൗർണമിയുടെ ഇമ്പോർട്ടൻസും ഇപ്രാവശ്യത്തെ പൗർണമി വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ കൂടെ വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രാധാന്യമുള്ളതായി തീരുകയാണ്. അപ്പോൾ രണ്ടിനെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. പൗർണമി അല്ലെങ്കിൽ പൂർണിമ എന്ന് പറയാം നമുക്ക്. ഇത് മാഘമാസത്തിലെ പൂർണിമ തന്നെയാണ് വരുന്നത്. ഫെബ്രുവരി 11, അതായത് ഇന്ന് 6:55 വൈകുന്നേരം 6:55 കൂടി പൂർണിമ തിഥി തുടങ്ങുകയാണ്. അതിനുശേഷം ഫെബ്രുവരി 12 7:22 PM പൂർണിമ തിഥി അവസാനിക്കുക. അതുകൊണ്ട് തന്നെ നാളത്തെ സന്ധ്യാസമയമാണ് നമ്മൾ പൗർണമി ആയിട്ട് എടുക്കുന്നത്. പൗർണമി അല്ലെങ്കിൽ പൂർണിമ ദിവസം ഏതെങ്കിലും ഒരു പുതിയ സംരംഭമോ നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആരംഭിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും വിജയകരമായ ഫലങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു തുടക്കം ആയിരിക്കും എന്നതാണ് പറയുന്നത്. അത് നമ്മുടെ വലിയ കാര്യങ്ങൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങാൻ വരെ ഏറ്റവും നല്ല ദിവസമായിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു കാന്തികമായ ഒരു കാന്തിക ശക്തി കൂടുതലായിട്ട് വരുന്ന ദിവസമാണ്. ഒരു കാന്തിക വലയം ഭൂമിയുമായിട്ട് ഉണ്ടാവുന്ന ഒരു ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ വരുന്ന ദിവസം എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഓക്സിജൻ സപ്ലൈ നമ്മുടെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജൻ സപ്ലൈ വരുന്ന, അല്ലെങ്കിൽ എല്ലാ സെല്ലുകളിലേക്കും അത്യാവശ്യത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് നമ്മൾ പൗർണമിയെ കാണുന്നത്. പിന്നെ പൗർണമി ദിവസം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്കെല്ലാവർക്കും ഒരു ഡയറ്റി ഉണ്ടാവും. അതായത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവതയുണ്ടാവും. നമ്മൾ സാധാരണ പെട്ടെന്ന് വിളിച്ചു പോകുന്ന ദേവത, നമ്മൾ സാധാരണ ആരാധിക്കുന്ന ഒരു ദേവതയുണ്ടാവും. ആ ദേവതയ്ക്കാണ് പൗർണമിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഡയറ്റി ഇല്ല അല്ലെങ്കിൽ ദേവത ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ദേവീ ത്രിത്വം എന്ന് പറയും. അതായത് പാർവതി, ലക്ഷ്മി, സരസ്വതി ഈ 3 ഭാവങ്ങളെ ഒരുമിച്ച് ആരാധിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ നാളെ പൂർണിമയിൽ നമ്മൾ ഇതേപോലെ തന്നെ സത്യനാരായണ രൂപത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ മഹാദേവനും ഇമ്പോർട്ടൻസ് വരുന്ന ദിവസമാണ് പൂർണിമ എന്ന് പറയുന്നത്. അതായത് മിക്കവാറും എല്ലാ ഈശ്വരന്മാരും, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം വരുന്ന ഒരു ദിവസമാണ് പൂർണിമ. പിന്നെ നാളത്തെ ഒരു പ്രത്യേകത ആദ്യമേ പറഞ്ഞു, വിഷ്ണുപതി പുണ്യകാലം കൂടി വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ദിവസമാണ് നാളത്തെ പൂർണിമ എന്ന് പറയുന്നത്. പൂർണിമ വ്രതം എടുത്തിട്ട് അത്
ആചരിക്കാറുണ്ട്, ഉപവാസം എടുത്തിട്ടൊക്കെ ആചരിക്കാറുണ്ട്. അല്ലാതെ ഭാഗികമായിട്ട് ഉപവാസം എടുത്തിട്ട് വ്രതം എടുക്കാറുണ്ട്. പഴങ്ങളും പാലും മാത്രം കഴിച്ചിട്ട് ആരോഗ്യത്തിനനുസരിച്ചിട്ട് എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കുക എന്നുള്ളതാണ് പൂർണിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നത്. അതായത് ശുദ്ധി എന്ന് പറയുമ്പോൾ മനഃശുദ്ധി ഞാൻ ഓൾറെഡി പറഞ്ഞു, മനഃശുദ്ധി വേണം, ദേഹശുദ്ധി വേണം എന്നാണ് പറയുന്നത്. വീട്ടിൽ പൂജകൾ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, വീട് തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, നമ്മളിലും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പൂജിക്കാം. നമ്മളൊരിക്കലും വീടിനെ നമ്മൾ ക്ഷേത്രമാക്കി മാറ്റരുത്. ക്ഷേത്രത്തിൽ ക്ഷേത്ര ആചാരങ്ങളുണ്ട്, ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് നമുക്ക് നിൽക്കാം, അതൊക്കെയുണ്ട്. പക്ഷെ വീടിനെ ഒരിക്കലും ക്ഷേത്രമാക്കരുത്. വീടാണ്. അത് ഒരു മനുഷ്യന് സന്തോഷവും സങ്കടവും ഒക്കെ ഷെയർ ചെയ്ത് ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കാനുള്ള ഒരിടമാണ്. അതായത് സമാധാനവും മനഃശാന്തിയും കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈശ്വരനെ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ കൂടി നമുക്കതിൻ്റെ ആ ഒരു പൂർണ്ണമായ ഒരു ഫലം നമുക്ക് ലഭിക്കുള്ളൂ. വീട്ടിൽ സ്വൈര്യമില്ലാതെ അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ നമുക്ക് ആ സ്വൈര്യം പോയില്ലേ. അപ്പോൾ വീടിനെ വീടായിട്ട് കാണണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. എല്ലായിടത്തും ഈശ്വരനുണ്ട്, എല്ലായിടത്തും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാം. പക്ഷെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ നമുക്കൊരു കർമ്മം ഉണ്ടാവും. ആ കർമ്മം ചെയ്താലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കർമ്മം ചെയ്യാൻ ശക്തി തരണേ, ആ കർമ്മം ശുദ്ധതയോടെ ചെയ്യാൻ ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഓരോ മനുഷ്യനും ഓരോ വ്രതവും എല്ലാം എടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനകൾ മാത്രമായിട്ട് ജീവിതം കളയരുത്. അതിൻ്റെ കൂടെ കർമ്മം ചെയ്യാനുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർമ്മം ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് കിട്ടണം. ഇനി ഇത് പൂജകളും അതും ആയിട്ട് കർമ്മമായിട്ട് എടുത്തവരുണ്ടാവും, അവർക്കത് ചെയ്യാം, എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല നമ്മുടെ കർമ്മമേഖലയെങ്കിൽ പൂജയുടെ കൂടെ നമ്മുടെ കർമ്മമേഖലയും കൂടി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ വീട് ക്ഷേത്രമാക്കി മാറ്റരുത്. ക്ഷേത്രമാക്കി മാറ്റിയാൽ ഒരിക്കലും അവിടെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ മനഃശുദ്ധിയോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അയാളത് ചെയ്തില്ല, ഇയാൾ ചെയ്തില്ല എന്ന് വിചാരിക്കുന്നത് തന്നെ എന്താണ്, അവരവരുടെ മനസ്സിനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, മറ്റാൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവർക്ക് കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു കാലത്ത് അവർ തിരിച്ചു വരും. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കുക, അതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അവരവരുടെ മനസ്സിനെ ദുഷിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും ഇല്ല, അവിടെ ഈശ്വരൻ വാഴില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ തന്നെ ക്ഷേത്രമാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ വൃത്തിയാക്കി വയ്ക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞത് ഓരോ പൂജകളും ഒക്കെ പറയുമ്പോൾ അത് എൻ്റെ കർമ്മം മറ്റൊന്നാണ് എന്നുള്ള ബോധത്തോടെയാണ് വീട്ടിലിത് ചെയ്യേണ്ടത്. വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമുക്ക് വേണ്ടി നമ്മളിലെ ഈശ്വരൻ ചിന്തയെ വളർത്താൻ വേണ്ടി ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പൗർണമി വിഷ്ണുപതി കാലത്തിലേക്ക് കുറിച്ച് പറയാം. അപ്പോൾ പൂർണിമയിൽ ഉപവാസം ആചരിക്കുന്നവരുണ്ട്, അല്ലാതെ പാലും പഴങ്ങളും മാത്രം കഴിച്ച് ഭാഗികമായി ഉപവാസം അനുഷ്ഠിച്ച് വ്രതമെടുക്കുന്നവരും ഉണ്ട്. പൗർണമി ദർശനം ചെയ്യണം എന്നാണ് പറയുക പൗർണമിയുടെ അന്ന്. അപ്പോൾ പൗർണമി ദർശനം ചെയ്യാം. എന്നിട്ട് നമുക്ക് എപ്പോഴും സന്ധ്യയ്ക്ക് ശേഷമാണ് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ചന്ദ്രദർശനം ചെയ്യാം. പിന്നെ നമ്മുടെ തിരുമല അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഈ പൗർണമി ദിവസങ്ങളിൽ ഗരുഡ സേവ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗരുഡൻ്റെ മേലെ എഴുന്നള്ളുന്ന ഭഗവാനായിട്ട് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ ആണ് പൂജിക്കുന്നത്. ഇനി നമുക്ക് വിഷ്ണുപതി പുണ്യകാലം എന്താണെന്ന് കൂടി നോക്കാം. വിഷ്ണു പൂജ നടത്തുന്നതിനുള്ള ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് വിഷ്ണുപതി പുണ്യകാലം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു വർഷത്തിൽ
4 തവണയാണ് ഈ വിഷ്ണുപതി പുണ്യകാലം വരുന്നത്. അതിലത്തെ നമ്മുടെ 2025 ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലമാണ് നാളെ വരുന്നത്. പ്രപഞ്ച സംരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണു പ്രപഞ്ചത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന സമയമാണ് വിഷ്ണുപതി കാലം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം മഹാവിഷ്ണുവിനെയും ഗരുഡനെയും ആരാധിക്കുന്നതാണ് ചെയ്തു വരാറുള്ളത്. ഇത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കാനുള്ള ഒരു ശക്തി ഈശ്വരൻ നമുക്ക് നൽകും എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ ഈ വിഷ്ണുപതി പുണ്യകാലത്തിന് ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട്. അവിടെ വൈഷ്ണവ ആരാധനയായിട്ട് പ്രാധാന്യമുള്ളൊരു ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. വിഷ്ണുപതി പുണ്യകാലം ദിവസം മുഴുവൻ വിഷ്ണു പൂജയ്ക്ക് ഉത്തമമാണ് എന്നാണ് പറഞ്ഞത്. അതിൽ അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും അതിശ്രേഷ്ഠം എന്ന് പറയുന്നത്. ആ സമയം തുടങ്ങുന്നത് അതിരാവിലെ 1:30 AM തുടങ്ങിയിട്ട് രാവിലെ തന്നെ 10:30 AM അവസാനിക്കുന്ന ഒരു 9 മണിക്കൂർ ഇടവേളയാണ് ശരിക്കും വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്ന മുഹൂർത്തം വരുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വിഷ്ണു പൂജയ്ക്ക് അതിശ്രേഷ്ഠ കാലം എന്ന് പറയുന്നത്. ഭൗതികമായ അഭിവൃദ്ധിയും മാനസികമായ അഭിവൃദ്ധിയും ഒരുമിച്ച് ഈശ്വരൻ തരുന്ന അല്ലെങ്കിൽ ഒരു ആത്മീയ പരിണാമം തന്നെ സംഭവിപ്പിക്കുന്ന ദിവസമായിട്ടാണ് വിഷ്ണുപതി പുണ്യകാലത്തിനെ കാണുന്നത്. വിഷ്ണുപതി പുണ്യകാലത്ത് ചെയ്യുന്ന വിഷ്ണു പൂജ മോക്ഷം കൊണ്ടുതരും എന്നാണ് പറയുന്നത്. അപ്പോൾ നാളെയാണ് ആദ്യത്തെ വിഷ്ണുപതി പുണ്യകാലം വരുന്നത് ഈ വർഷത്തെ. അന്ന് തന്നെയാണ് നമ്മുടെ കുംഭ സംക്രമണം വരുന്നത്. പിന്നെ തായ്മാസത്തിൻ്റെ അവസാനമാണ്. അതേപോലെ തന്നെ പൗർണമിയും കൂടിയാണ് നാളത്തെ ദിവസം. അത്രയും പ്രത്യേകതകളാണ് ഉള്ളത്. അപ്പം ഫെബ്രുവരി 12, അതായത് നാളെ വരുന്ന വിഷ്ണുപതി പുണ്യകാലത്തിന് ശേഷമുള്ള ദിവസങ്ങളും കൂടി ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. മെയ് 15 പിന്നെ വരുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 17 വരുന്നുണ്ട്. പിന്നെ വരുന്നത് നവംബർ 16 അങ്ങനെ 4 ദിവസങ്ങളാണ് 2025 വിഷ്ണുപതി പുണ്യകാലം വരുന്ന ദിവസങ്ങൾ പറയുന്നത്. അപ്പോൾ വിഷ്ണു പൂജയ്ക്കാണ് പ്രാധാന്യം പറയുന്നത്. വിഷ്ണു പൂജ, ലക്ഷ്മി പൂജ, ലക്ഷ്മി നാരായണ പൂജ, തുളസി പൂജ, ഇതൊക്കെയാണ് നമ്മുടെ വിഷ്ണുപതി പുണ്യകാലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കഴിയുന്നതും അമ്പലങ്ങളിൽ പോയിട്ട് സഹസ്രനാമാർച്ചന ചെയ്യുന്നതാണ് നല്ലത്. വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക ദിവസം മുഴുവനും പറ്റുന്നിടത്തോളം. വീടുകളിൽ പൂജ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മളതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നതല്ലേ. നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നതും വ്രതം എടുക്കുന്നതും എല്ലാം സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. അത് ഭൂമിയിൽ തന്നെ ഉണ്ടാവണം. ആ സമാധാനവും സന്തോഷവും ഇല്ലാതെയാക്കിയിട്ട് മനഃശുദ്ധി ഇല്ലാതെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ പൗർണമി ദിനാശംസകൾ. വിഷ്ണുപതി പുണ്യകാലത്തിൽ വിഷ്ണു പൂജ ചെയ്ത് ആഗ്രഹ സാഫല്യം നേടിയിട്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.